അപ്പോൾ നമ്മുടെ കിറ്റ് ഫുള്ളായി. എല്ലാ ഫുഡുകളും വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരികയാണ്. 4:30 മണിയാകുമ്പോൾ ഇവിടെ എത്തും. 4:30 മണിയാകുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരും. ഒരിക്കലും ഒരു അഭയം ചോദിച്ച് ചെല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. സ്വയമായിട്ട് കഷ്ടം, ആരോടും അഭയം ചോദിച്ച് ചെല്ലാതിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, മക്കളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ഇക്കാരുടെ ആഗ്രഹവും കേട്ടോ. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്താണ് കേട്ടോ. കൃഷ്ണപുരത്ത് മ്യൂസിയത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇതേ കണ്ടില്ലേ, ഒരു വണ്ടിയുണ്ട്. കുഞ്ഞു പ്രകാശത്തിൽ ഈ വണ്ടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ബോർഡുണ്ട്. കപ്പയും പൊട്ടിയും, കപ്പയും മീൻകറിയും, ഇടിയപ്പവും അപ്പവും ഒക്കെ വയ്ക്കുന്ന ഒരു ഇത്തായിക്കായും. എന്തായാലും നമുക്ക് അവരെ പരിചയപ്പെടാം. കാലിനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഡോക്ടർമാരൊക്കെ പറഞ്ഞ കാലെന്നേ മാറ്റണമെന്ന്. എന്നിട്ടും 15 വർഷം കൊണ്ട് ഞാൻ അടക്ക് പോയേനെ. നമ്മൾ ശരിക്കും ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇത് 5 ദിവസമായി. 5 ദിവസമേ ഉള്ളൂ. 5 ദിവസമേ ഉള്ളൂ. ഈ തുടങ്ങുന്ന കച്ചവടമൊക്കെ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ഓക്കെ, നമ്മള് ഇത് വീട്ടില് ഉണ്ടായിക്കൊണ്ട് വരുന്നത് എല്ലാ ഫുഡുകളും വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരികയാണ്. വീട്ടില് ചെയ്യാൻ ആരൊക്കെയാ? ഹെൽപ്പിന് ഒരു സ്ത്രീയുണ്ട്. എത്ര മണിയാകുമ്പോ ഒക്കെ ചെയ്തു തുടങ്ങും ഇത്? ഞങ്ങളിത് ഒരു 11 മണിക്ക് തുടങ്ങും. 11 മണി തുടങ്ങും. കഴിഞ്ഞാൽ ഞങ്ങൾ 4:30 മണിയാകുമ്പോൾ ഇവിടെ എത്തും. 4:30 മണിയാകുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരും. ഇവിടെ എത്തും. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഞക്കനാല്. ഈ ഗവേഷണത്തിന് സൈഡിൽ കൂടെ ഓച്ചറ ചൂനാട് റോഡിൽ കൂടെ കിഴക്കോട്ട് പോവാം. അപ്പൊ ഈ വണ്ടിയുടെ പുറയിൽ ഒരാളും കൂടെ ഉണ്ട്. എന്തായാലും ഞാൻ വീഡിയോയിലോട്ട് വിളിക്കുന്നില്ല. ഇത്താത്താക്ക് വീഡിയോയിൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ആ കാറിന്റെ പുറയിലുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഉള്ള പരിപാടിയാണ്. രണ്ടുപേരും കൂടെ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിന് സഹായിക്കാൻ ആരൊക്കെ ഉള്ളത്? അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. എന്തൊക്കെയാണ് നമുക്കുള്ളത് ഇവിടെ? ഇവിടെ ഇപ്പോഴുള്ളത് തലക്കറിയുണ്ട്. തലക്കറിയുണ്ട്? ഉണ്ട്. അയലക്കറിയുണ്ട്. പിന്നെ കപ്പ ഉടച്ച കപ്പയുണ്ട്. ഇടിയപ്പം. ബോട്ടിയുണ്ട്. ഇത് ഈ ഓണം കഴിഞ്ഞതിന് ശേഷം എല്ലാവിധ ഐറ്റം ഫുഡുകളും കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിക്കാനുള്ള കുറേശ്ശെ. ഈ വണ്ടി അറിയാ? വണ്ടി എൻ്റെ ആണല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊക്കെ ആയിരുന്നോ? എത്ര വർഷം ഗൾഫിൽ നിന്നു? ഒരു മുതലാളിയുടെ കീഴിൽ 30 വർഷം നിന്നു. നമ്മൾ ഇങ്ങനെ കച്ചവടത്തിലേക്ക് ഇപ്പൊ ഇറങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? സാഹചര്യം ഉണ്ടായത് പരമാവധി ആവശ്യങ്ങളും ഉണ്ടായി എങ്കിൽ തന്നെ അതിനെല്ലാം നേരിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ലോണം ഒന്നും നടക്കാൻ പോലും പറ്റത്തില്ല നമുക്കല്ലേ? ഇല്ല, കാലിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആ നിൽക്കുന്ന പോലും ആ ഒരു ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് 30 വർഷം ദുബായ് ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന സാഹചര്യം മോശം. ഞാൻ വേറെ പ്രൈവറ്റ് വിസ എടുത്ത് ഖത്തറിൽ പോയി. അവിടെ ഖത്തറിലും പോയി. ദുബായിൽ ലൈസൻസ് കാണിച്ചുകൊണ്ട് ഖത്തറിൽ ലൈസൻസ് കിട്ടി. അങ്ങനെ ഇപ്പൊ ഒരു 5 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. കാണാം നമുക്ക് ഇതിന്റെ പുറയിലുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തരാം. അച്ചാറൊക്കെ ഉണ്ടല്ലേ? അച്ചാറുണ്ട്. പിക്കിൾസ്, തനിനാടൻ മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറുണ്ട്. കൊല്ലം പോയിട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പൊ ഈ വെട്ടം കണ്ടോണ്ടാണ് കയറിയത്. ഈ ഒരു കുഞ്ഞ് വണ്ടിയിൽ ഈ ഒരു സൈഡിൽ കാണുന്ന ബോർഡ് കണ്ടില്ലേ, കപ്പയും പൊട്ടിയും, കപ്പയും മീൻകറി, ഇടിയപ്പവും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞ് വണ്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംരംഭത്തെയൊക്കെയാണ് നമ്മൾ മാക്സിമം വിജയിപ്പിക്കേണ്ടത്. ഞാൻ കറക്റ്റ് സ്ഥലം എന്ന് പറയാം. ഇത് കൃഷ്ണപുരത്ത് മ്യൂസിയത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ്. ഈ റൂട്ട് നേരെ പോകുന്നത് കൊല്ലം പോകുന്ന റൂട്ടിൽ ഈ ഒരു സംരംഭം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വണ്ടിയുടെ പുറകിൽ അച്ചാർ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇടിയപ്പവും കപ്പയും മീൻകറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ എന്താ എടുക്കുന്നത്? വന്നിട്ടൊന്നും വാങ്ങിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എന്താ വേണ്ടത്? അല്ല, അതെ, ഇതിനകത്ത് എന്തോ ഇരിക്കുന്നത്? ഇടിയപ്പം. ഇടിയപ്പത്തിന് എത്ര രൂപയാണ്? 40 രൂപ. 40 രൂപ ഇടിയപ്പമാണ്. അതേ കണ്ടോണം, 40 രൂപയുടെ ഇടിയപ്പമാണ്. കുറച്ചധികം ഇടിയപ്പം ഉണ്ട്. അപ്പോൾ ഇടിയപ്പം ഞങ്ങൾ പാക്ക് ചെയ്യുന്നു. കറി എന്താ ഇടിയപ്പത്തിന്? മീൻകറി ഉണ്ട്, പോട്ടിയുണ്ട്. ഇത്താത്ത പാത്ത് നിൽക്കുകയാണ് കേട്ടോ. ക്യാമറയിൽ വരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. നിങ്ങൾ കട എന്തായാലും മറന്നു വരുന്നാൽ മതി. ഇടിയപ്പത്തിന് എത്ര രൂപയാ? 40 രൂപ 2 ഇടിയപ്പം. പിന്നെന്താ ഉള്ളത്? ഈ കറി എന്താ? തലക്കറി. 2 തലക്കറി. ഒരു കിറ്റ് തരാമോ? ഒരു കിറ്റ്. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാം. വണ്ടി ഓടിക്കും കേട്ടോ. വണ്ടി ഓടിക്കും അല്ലേ? ഈ വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവരും ഈ സാധനങ്ങളുമായിട്ട്. കൊണ്ടുവരും. അപ്പൊ ഇത് ഇടിയപ്പം 3 എണ്ണം. പിന്നെന്താ ഉള്ളത്? 3 ഇടിയപ്പം. ഇതിനകത്ത് എന്താ ഉള്ളത്? കപ്പ. എല്ലാം വാങ്ങിക്കും കേട്ടോ. ഇത് കപ്പയല്ലേ? ഇത് മീൻകറിയാണോ? മീൻകറി. അയലക്കറിയാ? ഇത് ചൂരക്കറി. തലക്കറി. അപ്പൊ അതെ, തലക്കറി 3 എണ്ണം. ദിവസം 2 കിലോ കൂടുതലാണ്. ഓരോ ദിവസം 2 കിലോ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനി കച്ചവടം ഉഷാറാകട്ടെ. നമ്മുടെ പ്രേക്ഷകർ രാത്രിയിൽ നിങ്ങൾ നോക്കി വെച്ചേക്കണം ഈ സ്ഥലം.
ഈ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇതറിയോ? ഈ ഒരു വെട്ടം കണ്ടു കഴിഞ്ഞാൽ കയറി വാങ്ങിച്ചോണം. ഇത് അതുപോലെ വിവിധ തരം അച്ചാറുകളുണ്ട് കേട്ടോ. അതിനകത്ത് പിന്നെ പോട്ടിക്കറി ഉണ്ടാ, പോട്ടിക്കറി ഉണ്ട്. സാധനം മൊത്തം ഞാൻ ബൾക്കായിട്ടങ്ങ് വാങ്ങിക്കുകയാണ് കേട്ടോ. എത്ര വേണം? ഒരെണ്ണം കൊടുത്താ. 3 പോട്ടി. അപ്പോൾ നമ്മുടെ കിറ്റ് ഫുള്ളായി. നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു? പോട്ടി വാങ്ങിച്ചു, കപ്പ വാങ്ങിച്ചു, ഇടിയപ്പം വാങ്ങിച്ചു, തലക്കറി വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് കൊതിയൂറ് സാധനങ്ങൾ, ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവർ വിൽക്കുന്നത് കേട്ടോ. കുഞ്ഞു വണ്ടി, അത് മാത്രമല്ല ഇവരുടെ ജീവിതമാർഗം കൂടിയാണ് ഈ ഒരു സംരംഭം. അപ്പോൾ നമ്മളാൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം കാല് വയ്യാത്തൊരു മനുഷ്യനാണ്. ഇത്തായി വിൽക്കാനും കൂടെ മുന്നോട്ട് കൊണ്ടുവന്നൊരു സംരംഭം കൂടിയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം വിജയിപ്പിക്കുക. ആരുടെയെങ്കിലും ഒരു അഭയം ചോദിച്ച് ചെല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. സ്വയമായിട്ട് കഷ്ടം. ആരോടും അഭയം ചോദിച്ച് ചെല്ലാതിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, മക്കളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ഇക്കാരുടെ ആഗ്രഹവും കേട്ടോ. നിൽക്കുന്ന തന്നെ ബുദ്ധിമുട്ടിയാണ്, കാലിന് വയ്യാത്തൊരു മനുഷ്യനാണ്. ഇത്താത്ത പുറയിലുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ സംരംഭമാണ്. മാക്സിമം വിജയിപ്പിക്കുക. തലക്കറി കൂട്ടി, പോട്ടി കൂട്ടി, കപ്പ കൂട്ടി, അതുപോലെ തന്നെ ഇടിയപ്പം കൂട്ടി. കൂട്ടിയല്ലോ? ഓക്കെ. അപ്പോൾ എല്ലാം കൂടെ 600 രൂപ. ഒരു കിറ്റ് നിറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ വാങ്ങിച്ച് ഇവരെ സഹായിക്കണം. അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾക്ക് 600 രൂപ അല്ലേ? ഇത് എൻ്റെ കണക്കൊരു ഈത്തപ്പഴ അച്ചാർ ഇതല്ലയോ? വെജിറ്റബിൾ. ഇത് കൂട്ടിയിട്ട് അച്ചാർ കൂട്ടിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി ഒരു അച്ചാർ ഫ്രീ ആയിട്ട് തരുവാണ് കേട്ടോ. അച്ചാറിന് എത്ര രൂപയാ? അച്ചാർ ഇപ്പോൾ വേണ്ട, ഇതിന്റെ എടുക്ക്. എന്തായാലും സന്തോഷം. ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ ബോർഡറാണ് ഇത്. പക്ഷേ ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്ത് മ്യൂസിയത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കട. അപ്പോൾ ഒരുപാട് സന്തോഷം. കച്ചവടം ഉഷാറായിട്ട് ചെന്ന് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയും. ഒപ്പം ഞാൻ ഇനി വരുമ്പോൾ ഇതുവഴി കയറും. അപ്പൊ നിങ്ങളുടെ കച്ചവടം ഉഷാറായെന്ന് എന്നോട് പറയണം. ദൈവത്തിന്റെ നമ്മളെ പോലുള്ളവരുടെ സഹകരണം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും. ഞാൻ പോയിട്ട് വരാം. ഹയറാക്കട്ടെ. എടുത്തോട്ടെ. ഇത്താത്ത പോകുന്നു കേട്ടാ.